താരസംഘടനയായ അമ്മയിലടക്കം മലയാള സിനിമയുമായി ബന്ധപ്പെട്ട പ്രമുഖ സംഘടനകളിൽ പുതിയ ഭാരവാഹികളെ കണ്ടെത്താനുള്ള തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുകയാണ്. അമ്മയുടെ പുതിയ ഭാരവാഹികളെ ഓഗസ്റ്റ് 15-ന് തെരഞ്ഞെടുക്കും. മത്സരിക്കാൻ താൽപ്പര്യമുള്ളവർക്ക് പത്രികാ സമർപ്പണത്തിനുള്ള അവസാന തീയതി ജൂലൈ 27-നാണ്. പ്രസിഡന്റായിരുന്ന മോഹൻലാലിന്റെ നിർദ്ദേശപ്രകാരമാണ് തെരഞ്ഞെടുപ്പിന് സംഘടന ഒരുങ്ങുന്നത്. കഴിഞ്ഞ മാസം നടന്ന അമ്മ ജനറൽ ബോഡിയിലാണ് തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന ആവശ്യം ഉയർന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടും സിനിമാ മേഖലയിലെ പീഡന കേസും അമ്മയെ പ്രതിക്കൂട്ടിലാക്കിയതോടെയാണ് അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി രാജിവെച്ചതും അഡ്ഹോക് കമ്മിറ്റിയുടെ നിയന്ത്രണത്തിലേക്ക് കാര്യങ്ങൾ മാറിയതും. അമ്മ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ താരങ്ങൾ മത്സരരംഗത്ത് ഇറങ്ങിക്കഴിഞ്ഞു. കടുപ്പമേറിയ പോരാട്ടം ഉണ്ടായേക്കുമെന്നാണ് സൂചന. പല അട്ടിമറികളും നടന്നേക്കുമെന്ന് വിവരം പുറത്തുവരുന്നു. ഇതിനിടെ അമ്മയിൽ സുരേഷ് ഗോപിയുടെ സ്വാധീനം ചുവടുറപ്പിക്കുന്നതും ചർച്ചയാകുന്നുണ്ട്. സുരേഷ് ഗോപി സജീവ രാഷ്ട്രീയ രംഗത്ത് വരുന്നതുവരെ സിനിമാ സംഘടനയുമായി ഒട്ടും സ്നേഹത്തിലല്ലായിരുന്നു. എന്നാൽ തൃശൂരിൽ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതോടെ സുരേഷ് ഗോപിക്കും ഈ ബന്ധങ്ങൾ അനുകൂലമായി മാറുകയായിരുന്നു. കേന്ദ്രമന്ത്രിയായ ശേഷം അമ്മയുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമായി. ഇതോടെ പതിയെ സുരേഷ് ഗോപിയുടെ സ്വാധീനം സംഘടനയിൽ ശക്തമായി തുടങ്ങിയിരുന്നു. അതേസമയം സിനിമാ സംഘടനകളുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപിയെ കേന്ദ്രീകരിച്ച് ചില നാടകീയ നീക്കങ്ങൾ നടത്തുന്നതായി സൂചനയുണ്ട്. അമ്മയുടെ യോഗത്തിൽ കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി പങ്കെടുത്തിരുന്നു. വികാരവായ്പോടെ സംസാരിച്ചു. കേന്ദ്രമന്ത്രി എന്ന തിരക്കിനിടയിലും അമ്മയുടെ യോഗത്തിൽ ഏറെ നേരം ചെലവഴിച്ചു. അതുപോലെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെയും തിയേറ്റർ അസോസിയേഷന്റെയും തലപ്പത്ത് സുരേഷ് ഗോപിയുമായി അടുപ്പമുള്ള ആളുകൾ സ്വാധീനം ഉറപ്പിക്കുന്നതും ഇതിനോടൊപ്പം തന്നെ ചേർത്ത് വായിക്കുന്നുണ്ട്. അതിലൊക്കെ സുരേഷ് ഗോപിയും താൽപ്പര്യം കാണിക്കുന്നുവെന്ന് സിനിമാ മേഖല താൽപ്പര്യത്തോടെ വീക്ഷിക്കുന്നവർക്ക് മനസ്സിലാക്കാനാകും. സുരേഷ് ഗോപിക്ക് അടുപ്പമുള്ള, സുരേഷ് ഗോപിയുമായി ബന്ധം സൂക്ഷിക്കുന്നവർ സിനിമാ മേഖലയിലെ എല്ലാ സംഘടനകളിലും പതിയെ ഇടം പിടിക്കുന്നു എന്നാണ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർ നൽകുന്ന സൂചന. ദീർഘകാല പദ്ധതി സുരേഷ് ഗോപിക്ക് ഉണ്ടെന്നും അത് വർക്കൗട്ട് ചെയ്യാനുള്ള ശ്രമത്തിലാണെന്നും ഇവർ ചർച്ച ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അടുത്ത 1.5 മാസത്തിനുള്ളിൽ വലിയ മാറ്റങ്ങൾ സിനിമാ രംഗത്ത് ഉണ്ടായേക്കുമെന്നാണ് റിപ്പോർട്ട്. നിർമ്മാതാക്കളുടെ സംഘടനയിലെ പ്രശ്നം സാന്ദ്ര തോമസിന്റെ പരാതിയാണ്. നിർമ്മാതാക്കൾക്കെതിരെ സാന്ദ്ര തോമസ് പരാതി നൽകിയിരുന്നു. ആദ്യമൊക്കെ അവഗണിക്കാൻ ശ്രമിച്ചു, പിന്നെ ഭീഷണിപ്പെടുത്തി. ഇതോടുകൂടി സാന്ദ്ര തോമസിനുള്ള പിന്തുണ ഉയരാൻ തുടങ്ങി. ഫെഫ്ക ബി ഉണ്ണികൃഷ്ണൻ എന്ന സംവിധായകന്റെ സമ്പൂർണ്ണ നിയന്ത്രണത്തിലാണ് പോകുന്നത്. ബി ഉണ്ണികൃഷ്ണനെ മറികടക്കാനുള്ള ശേഷി തൽക്കാലം സംഘടനയിലുള്ളവർക്ക് ഇല്ല. അതേസമയം ഫെഫ്ക അംഗങ്ങളുടെ പരാതി കേൾക്കാനും അതിന് രാഷ്ട്രീയം നോക്കാതെ നീതി നടപ്പാക്കാനും ബി ഉണ്ണികൃഷ്ണൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഫെഫ്കയിലൊഴികെ മറ്റു സിനിമാ സംഘടനകളിൽ ഒക്കെ പൊളിച്ചെഴുത്ത് ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കുഞ്ചാക്കോ ബോബൻ എത്തിയേക്കുമെന്നാണ് സൂചന. സിദ്ദിഖ് ഒഴിഞ്ഞതോടെ ജനറൽ സെക്രട്ടറിയായി തനിക്ക് പ്രമോഷൻ കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് നടൻ ബാബുരാജ്. അതേസമയം ബാബുരാജിനെതിരെ നവ്യ നായരെ കളത്തിലിറക്കാൻ ചിലർക്ക് താൽപ്പര്യമുണ്ട്. നടി അൻസിബ ജോയിന്റ് സെക്രട്ടറിയോ മറ്റേതെങ്കിലും പദവിയിലോ എത്തിയേക്കുമെന്നാണ് വിലയിരുത്തുന്നത്. ഇതിനിടയിലാണ് തിയേറ്റർ ഉടമകളുടെ സംഘടനയിലും ഉടച്ചുവാർക്കലിന് സാധ്യതയുണ്ട്. തിയേറ്റർ ഉടമകളുടെ സംഘടനയെ ഒരു പതിറ്റാണ്ടിലേറെ കാലം ദിലീപായിരുന്നു നിയന്ത്രിച്ചിരുന്നത്. ഓഗസ്റ്റിൽ തന്നെയാണ് ചേംബർ ഓഫ് കൊമേഴ്സിന്റെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. സജി നന്ദ്യാട്ട് പ്രസിഡന്റാകാൻ ശ്രമം നടത്തുന്നുണ്ട്. അനിൽ തോമസ് ആയിരിക്കും സെക്രട്ടറി. അങ്ങനെ സിനിമാ മേഖലയിൽ വലിയ പൊളിച്ചെഴുത്തിന് ഒരുങ്ങുന്നു. നിലവിലുള്ള സംവിധാനങ്ങൾ വലിയ മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട്. പല പ്രമുഖരുടെയും തല ഉരുളും. അകറ്റി നിർത്തിയിരുന്ന പലരും നിർണായക സ്ഥാനങ്ങളിലേക്ക് എത്തുമെന്നാണ് സിനിമാ മേഖലയുമായി അടുത്ത ബന്ധം പുലർത്തുന്നവരിൽ നിന്നുമുള്ള വിവരം. മാത്രവുമല്ല, സുരേഷ് ഗോപി ഇതിൽ എന്ത് റോളാണ് വഹിക്കുന്നത്? സുരേഷ് ഗോപിയുടെ ദീർഘകാല പദ്ധതികൾ എന്താണ് എന്നതിലാണ് ഒരു വിഭാഗം ചർച്ച ചെയ്യുന്നത്.